എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബോന്ദിത അനിരുദ്ധിനെ അന്വേഷിച്ചിട്ട് ആ പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്തെത്തുകയാണ്. അപ്പോൾ അവൾ കാണുന്നുണ്ട് അനിരുദ്ധ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും തലയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചക്രം വെച്ചിട്ട് കത്തിക്കുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾ പത്തിബാബു എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആകെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ബ്രിട്ടീഷുകാർ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ബ്രിട്ടീഷുകാർ പറയുകയാണ് ഇവരെന്തായാലും ഞങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കണവരാന്ന് പറഞ്ഞിട്ട് അവനെ പിടിക്കുകയാണ്. അപ്പോൾ മനോരമ അവിടുന്ന് പോയിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. അപ്പോൾ ബോന്ദിത ഇത് കണ്ടിട്ട് ആകെ പേടിക്കുകയാണ്. അവൾ പത്തിബാബു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് മനോരമ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ആ പോലീസുകാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് തീയിടുന്നുണ്ട്. അപ്പോൾ അത് ശരിക്ക് അനിരുദ്ധിൻ്റെ മേത്തേക്കും പടരുകയാണ്. അപ്പോൾ അനിരുദ്ധിന് ആകെ തീ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ മനോരമ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ശ്രമിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവർ രക്ഷപ്പെടുത്തിയിട്ടില്ല. ആ ജയിൽ പുള്ളി വന്നിട്ട് പറയാണ് നമുക്കിപ്പോൾ ദേശത്തിനോടുള്ള സ്നേഹമാണ് ഏറ്റവും കൂടുതൽ, അവരുടെ ജീവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മനോരമേനെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതാണെങ്കിൽ പത്തിബാബു എന്ന് വിളിച്ചിട്ട് ഓളിയിട്ടിട്ട് അവിടെ അടുത്തിരിക്കുന്ന ഒരു പുതപ്പെടുത്തിട്ട് അവനെ മേത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ആ തീ അണയുന്നുണ്ട്. അപ്പോൾ അവനെ ഒരു റിക്ഷ പോലത്തെ ഒരു ഉന്തുവണ്ടിയിലാക്കിയിട്ട് അവളെ ഉന്തിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ ആ വീട്ടിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഇപ്പോൾ രാവിലെ മുതൽ ബോന്ദിത അവനെ തന്നെ ശുശ്രൂഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊരു സ്നേഹമാണ് അവനോടെന്നൊക്കെ പറയുന്നുണ്ട് അവർ. അപ്പോൾ ബോന്ദിതാണെങ്കിൽ കരഞ്ഞിട്ട് അവന് മരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ഞളൊക്കെ ഇങ്ങനെ കയ്യുമ്മ പൊള്ളിയോടത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിന് ബോധം വരുന്നുണ്ട്. അപ്പോൾ അവൻ കരഞ്ഞിട്ട് ബോന്ദിതയോട് പറയാണ് ബോന്ദിത ഞാൻ തോറ്റുപോയി ബോന്ദിത, നിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസ പോലും എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ കരയാണ്. അപ്പോൾ ബോന്ദിത അടുത്തിരുന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരിക്കലും തോറ്റു പോവില്ല പത്തിബാബു എന്ന് പറഞ്ഞതിന് ശേഷം അവൾ പറയാണ് നിങ്ങളിപ്പോൾ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ആപത്തിലാക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയാണ് എനിക്ക് നിന്നെപ്പോൾ ഒരു നല്ലൊരു ബാരിസ്റ്ററായിട്ട് കാണണമെന്നും നീ ഒരു നല്ല നിലയിൽ എത്തണമെന്നും മാത്രമാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് അവൻ പറയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു പേപ്പർ ഒന്ന് വീഴുന്നത്. അതന്ന് ആ പെണ്ണ് പറഞ്ഞിട്ടുള്ള പൈസയും അന്ന് അവിടെ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവന് എന്ത് സംഭവിച്ചാലും അവിടെ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ പൈസ അവന് കിട്ടുകയാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ അവനെ ഒരുപാട് സന്തോഷിച്ചിട്ട് ബോന്തനെ വിളിക്കുന്നുണ്ട്. ബോന്തോട് കണ്ണടയ്ക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൾ കണ്ണടയ്ക്കുമ്പോൾ അവളുടെ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുത്തിട്ട് പറയാണ് ഞാൻ തോറ്റിട്ടില്ല ബോന്ത, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഫീസ് അടയ്ക്കാനുള്ള പൈസ കിട്ടിയല്ലോ. അപ്പോൾ ഇനി എന്തായാലും അനിരുദ്ധിന് കഷ്ടപ്പെട്ടതിൻ്റെ ആ പൈസ കിട്ടിയല്ലോ. അപ്പോൾ അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ തലയൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട് അവൻ. അങ്ങനെ അവിടേക്ക് ത്രിലോചനൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ത്രിലോചന അവനോട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയുമ്പോൾ അവൻ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല. അപ്പം അങ്ങനെ പിന്നെ ത്രിലോചനും ബോന്തൊക്കെ കൂടിയിട്ട് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെന്നെ വലിയ സ്വാഗതം തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇനി അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നത്തെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആരത്തിയൊക്കെ ഒഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട്. അതിനുശേഷം ബോന്ദിത സ്റ്റഡി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനിരുദ്ധ് ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു വാച്ചായിരിക്കും. അത് അവന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇനി ഉള്ള ഓരോ സമയവും നിനക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് ബോന്ദിത, നീ ബാരിസ്റ്റർ ആവുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബോന്ദിത ബാരിസ്റ്റർ ബാബു എന്ന് കറക്റ്റായിട്ട് അനിരുദ്ധിനെ വിളിക്കുകയാണ്. ശരിക്കും അവൾ ബാരിസ്റ്റർ ബാബു എന്നൊക്കെ അല്ലേ വിളിച്ചിരുന്നു. അവൾക്ക് ഇതുവരെ അവനെ ശരിക്കും പോലെ അങ്ങനെ വിളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ബാരിസ്റ്റർ ബാബു എന്ന് വിളിക്കുമ്പോൾ അവൻ ആകെ എന്നിട്ട് പറയും ബോന്ത ഇപ്രാവശ്യം നീ ഇതാ ശരിക്കും പോലെ പറഞ്ഞല്ലോ എന്ന് അവളോട് പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ശരിക്കും പോലെ പറഞ്ഞു, പക്ഷേ എനിക്കിപ്പോഴും ബാരിസ്റ്റർ ബാബു എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അത് വിളിക്കുമ്പോൾ എന്തോ എൻ്റെ അടുത്തൊരാളിനെ വിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോന്ദിത അനിരുദ്ധിൻ്റെ കൈമത്തെ മുറിവിന്മേലൊക്കെ മരുന്ന് പുരട്ടി കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടി, എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കിത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വിഷമിച്ചിട്ട് അതിങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. കാണിക്കുന്നത് അനിരുദ്ധ ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. അത് ആ പെണ്ണിന് വേണ്ടിയിട്ടുള്ളതാവും. നന്ദിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി എടുക്കുമ്പോൾ ആ പെണ്ണിൽ മഷി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ക് ബോന്തയുടെ റൂമിലാണ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവനെ എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളുടെ ബുക്ക് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ അവനാകെ ഞെട്ടാണ്. കാരണം അതിൽ അവൻ്റെ പേരും അവളുടെ പേരും കൂടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടാവും ഉണ്ടാവുക. അല്ലാതെ അവൾ പഠിക്കണ കാര്യങ്ങളൊന്നല്ല അവ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവൻ ആലോചിക്കുകയാണ് ബോന്ത എന്താ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതെന്ന് ആലോചിച്ചിട്ട് പിന്നെ ഒരു ചെറിയ വീട്ടിലായിരിക്കുമ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുകയാണ്. അവൾ പറഞ്ഞിട്ടില്ലേ മുഖം ചോക്കുന്ന കാര്യം, പിന്നെ അവൾ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൈ നെഞ്ചത്ത് വെച്ച കാര്യമൊക്കെ അവൻ ആലോചിക്കുകയാണ്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ബോന്ത ഏത് രീതിയിലാണ് ഇപ്പോൾ അവനെ കാണുന്നതെന്ന് അവന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവൻ ദേഷ്യം വന്നിട്ട് ബോന്തയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബോന്തിട്ടാണെങ്കിൽ കയ്യിൽ ഈ മൈലാഞ്ചി പോലത്തെ സാധനമല്ലേ അൽത്താന്ന അങ്ങനെ എന്തോ പറയാം ഹിന്ദിയിൽ. അപ്പോൾ ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കോഹ്ലി അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഹ്ലിയോട് അവൾ പറയുന്നുണ്ട് എൻ്റെ പത്തിബാബുവിൻ്റെ പേര് എൻ്റെ കൈയിൻ്റെ അടിയിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് അവൾ അത് മേടിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട്
എഴുതുന്നുണ്ട്, അവൻ്റെ പേര് അതിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് ഇത് കാണുകയാണ്. അനിരുദ്ധ് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ് ബോന്തോട്, നീ ഇപ്പോൾ എന്തിനാ എൻ്റെ പേര് കയ്യിൽ എഴുതിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരല്ലേ, പിന്നെ എൻ്റെ ഭർത്താവല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവന് നല്ല ദേഷ്യം വരികയാണ്. ഇനി മുതൽ എൻ്റെ പത്തി ബാബു ഒന്ന് നീ വിളിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ അവൻ അവളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവളെ പിടിച്ച് വലിച്ചിട്ട് പറയാണ്, ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് കൈ കഴുകാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അവളെ കൈ പിടിച്ചിട്ട് ബലമായിട്ട് അവൻ കഴുകി കൊടുക്കുന്നുണ്ട് അവൻ്റെ പേര്. അപ്പോൾ കൈമെന്ന് മായ്ച്ച് കളയാണ് അവൻ. അതിനുശേഷം അവൻ അവളോട് പറയാണ്, നീ എന്തായാലും ഇനി ഹോംവർക്കൊക്കെ ചെയ്തിട്ട് അടിയിലേക്ക് വന്നാൽ മതി, അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണാനും പിന്നെ ചെയ്യാനൊക്കെ നീ അപ്പോൾ വന്നാൽ മതി പറഞ്ഞിട്ട് അവളെ കൊണ്ട് അവിടെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്താണ്. എന്നിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അടിയിലേക്ക് എത്തുമ്പോൾ ത്രിലോചനയാണെങ്കിൽ അവനെ വിളിച്ചിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആളുടെ ചെറുപ്പത്തിലത്തെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ആളുടെ മോള് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മോള് തിരിയുമ്പോൾ ശരിക്ക് അന്ന് കണ്ട പെണ്ണില്ലേ, ആ പെണ്ണാവുക അത്. അപ്പോൾ അവൻ അകഞ്ഞിട്ടാണ്. എന്നിട്ട് ത്രിലോചന പറയുന്നുണ്ട്, ഈ കുട്ടി ഉണ്ടല്ലോ വളരെ പാവപ്പെട്ട കുട്ടിയാണ്, നാണം കുറേയുള്ള പെണ്ണാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് ചിരി വരികയാണ്. കാരണം അവൾക്കൊരു നാണവുമില്ല. കാരണം ദേശത്തിന് വേണ്ടിയിട്ട് അത്രയും ധൈര്യത്തോടു കൂടി പോരാടണ ഒരു പെണ്ണാണ് അവൾ. അപ്പോൾ അങ്ങനെ ഇത് കേട്ടിട്ട് അനിരുദ്ധ ആകെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം അവർ രണ്ടുപേരും കൂടിയിട്ട് പൂജാമുറിയിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ആ പെണ്ണ് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എന്തായാലും ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഒരു കാര്യം, എന്തായാലും നീ ബോനിതയോടാണ് കടപ്പെട്ടിരിക്കേണ്ടത്, കാരണം നിൻ്റെ ജീവിതം രക്ഷിച്ചത് അവളാണെന്നൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ. അപ്പം അങ്ങനെ ബോനിത ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്ത് വരുമ്പോൾ അനിരുദ്ധും പിന്നെ ഈ പെണ്ണും കൂടി സംസാരിച്ച് നിൽക്കുന്നതാണ് കാണിക്കുക. അപ്പോൾ ഈ പെണ്ണിൻ്റെ പേര് ശരിക്കും മനോരമ എന്നാണ്. അപ്പോൾ ഇവൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അനിരുദ്ധിനായിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തയ്ക്ക് നല്ല അസൂയ വരികയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്നൊരു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അനിരുദ്ധിനോട് പിണങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഡാൻസൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡാൻസിൻ്റെ അവസാനം അവിടെ ഉള്ളൊരു വേസ് അവൾ തട്ടിയിടുകയാണ്. അപ്പോൾ അത് നിലത്ത് വീണ് പൊട്ടുന്നുണ്ട്. മനോരമയുടെ അടുത്ത് കാലിൻ്റെ അടുത്തായിട്ടാണ് പൊട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധിന് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ബോന്തേനെ നല്ല ചീത്ത പറയുന്നുണ്ട്, നീ ഇപ്പം എന്താ കാണിച്ചത്, അവളുടെ കാലുമ വീണിട്ട് ഇപ്പോൾ മുറിയായിരുന്നില്ലേ, നീ ഇപ്പം എന്താ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവളോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ അറിയാണ്ട് തട്ടിയതാണ്, അല്ലാണ്ട് ഞാൻ വേണമെന്ന് വെച്ചിട്ടൊന്നല്ല ആളുടെ കാലുമൊക്കെ തള്ളിയിട്ടതെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, നീ വേണമെന്ന് വെച്ചിട്ടുണ്ട്, നീ ഏത് മൈൻഡോടെയാണ് ഇപ്പോൾ ഇതിങ്ങനെ തട്ടിയിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീ ഇപ്പം എന്തായാലും അവളോട് സോറി പറയാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ അവൾ ബോന്ത് പറയാണ്, ഞാൻ എന്തായാലും പറയില്ല, എൻ്റെ കാരണം എൻ്റെ കയ്യിലൊരു തെറ്റില്ല, നിങ്ങളല്ലേ പറഞ്ഞത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രം നമ്മൾ മാപ്പ് പറഞ്ഞാൽ മതി എന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പെണ്ണിനോട് ചോദിക്കുന്നുണ്ട്, ബോന്ത എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ് മനോരമ. അപ്പോൾ അങ്ങനെ അനിരുദ്ധ ആകെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ബോന്തിത്ത ഈ ഫോട്ടോഗ്രാഫറോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ രണ്ടുപേരുടെയും നല്ല ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ, അന്ന് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് എനിക്ക് കോട്ടൊക്കെ കൊണ്ടു തന്നില്ലേ ആ ബാരിസ്റ്ററിൻ്റെ, അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഇതിനും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു ലവിൻ്റെ ഒരു ചിഹ്നമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, കാരണം ആനിവേഴ്സറി അല്ലേ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ അത് അവർ രണ്ടുപേരുടെ ഇടയിൽ കൊടുന്ന് വെച്ചതും ഇത്ര നേരം ദേഷ്യം കടിച്ച് പിടിച്ച് നിന്ന അനിരുദ്ധിന് ദേഷ്യം പുറത്തേക്ക് വരികയാണ്. അവൻ അത് പിടിച്ചിട്ട് അത് ഒടിച്ചിട്ട് അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്തിനാ അത് പൊട്ടിച്ചിട്ടത്, കാരണം എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണല്ലോ, നമ്മളെ പോലൊക്കെ തന്നെയാണല്ലോ, ഇതുപോലൊക്കെ തന്നെ അവരും ചെയ്യാറ്, പിന്നെ എന്തിനാ അപ്പം അത് ദേഷ്യപ്പെട്ടിട്ട് അത് പൊട്ടിച്ചിട്ടിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റില്ല ബോന്തിത, നമ്മുടെ ബന്ധം ഒരു വ്യത്യസ്തമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുമ്പോൾ അത് എന്തുകൊണ്ടല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ സിന്ദൂരല്ലേ, അപ്പോൾ അതേപോലെ എൻ്റെ നിങ്ങൾ ഇട്ടതല്ലേ, അപ്പോൾ എല്ലാ ചടങ്ങുകളും നമ്മളും ചെയ്തതല്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം വ്യത്യസ്തത എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ദേഷ്യപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പറയാണ്, ഇപ്പോൾ എനിക്ക് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതികൾക്കെതിരെ എനിക്ക് പൊരുതേണ്ടി വന്ന്, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നെ രക്ഷിക്കേണ്ടി വന്ന് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ പറയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ഈ വിവാഹം മാത്രം വ്യത്യസ്തമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അവനും ബോന്തോട് നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ ദേഷ്യം, അവൻ ഇതുവരെ ഇങ്ങനെയൊന്നും അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രമാത്രം അവൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, നീ എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ്, നിന്നോട് ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ വന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൻ്റെ ഗതികേട് കൊണ്ടാണ് നിന്നെ കല്യാണം കഴിക്കേണ്ടി വന്നത്, അന്ന് നിന്നെ കല്യാണം കഴിക്കാൻ വന്നത് ഒരു വയസ്സനായിരുന്നു, അപ്പോൾ നിൻ്റെ ഭർത്താവായിരുന്നു അയാൾ, അപ്പോൾ ആൾ ആ കല്യാണത്തിൻ്റെ ഇടയിൽ തന്നെ മരിച്ചുപോയി. അപ്പം ആ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് നിന്നെ ചിതയിലിടാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു, സതിയിലിടാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ അവനാണ് നിന്നെ രക്ഷിച്ചതും പിന്നെ അന്ന് സൗദാമിനിയായിട്ട് അവൻ്റെ കല്യാണം ഉറപ്പിച്ചതായിരുന്നു, എന്നിട്ടും നിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന് നിന്നെ രക്ഷിച്ചിട്ട് കല്യാണം കഴിച്ചത്, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ലാന്ന്
സമ്പൂർണ്ണ പറഞ്ഞു കൊടുക്കുകയാണ് ബോന്തയ്ക്ക്. അപ്പോൾ ഇത് കേട്ടതും ബോന്തിത്ത ആകെ തകരാണ്. കാരണം ഇതുവരെ അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. സാധാരണ എല്ലാവരും കല്യാണം കഴിക്കാൻ പറഞ്ഞ പോലെ അവൻ കല്യാണം കഴിക്കാൻ വന്നു, അതുപോലെ കഴിച്ചു എന്നൊക്കെയാണ് ഇതുവരെ ബോന്ത ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയോണ്ടാണ്, അവളെ സതിയിൽ ഇടാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ടാണ് ഇവൻ ഇതേനെ കല്യാണം കഴിക്കേണ്ടി വന്നതെന്ന് അവൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് തകർന്നു പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് എന്തായാലും വിശ്വസിക്കില്ല, പത്തിയാവ് എന്നെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിനോട് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധാണെങ്കിൽ നല്ല ദേഷ്യത്തിലാവും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് സമ്പൂർണ്ണ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളും പറയാണ് ആ ശരിയാണ്, അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണ്, നീ വെറും എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ്, അല്ലാണ്ട് ഒരു ഭാര്യയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ നല്ല രീതിക്ക് അവളെ ചീത്ത പറയുന്നുണ്ട്. ബോന്തിത്താണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ് നേരെ സ്റ്റഡി റൂമിലേക്ക് പോകുന്നതാണ്. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ തന്നെ ആത്മാവ് അവനോട് സംസാരിക്കുന്നത് പോലെ തോന്നുകയാണ്. അതായത് അവൻ്റെ വക്കീലിൻ്റെ ഒരു രൂപം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കില്ലേ, അപ്പോൾ അതേ രീതിയിൽ അവൻ്റെ വക്കീലിൻ്റെ രൂപം അവനോട് തന്നെ സംസാരിക്കുന്നത് പോലെ കാണിക്കുകയാണ്. അപ്പോൾ ആത്മാവ് പറയുന്നുണ്ട് നീ ഈ ബോന്തോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അനീതിയാന്നൊക്കെ പറയാണ്. അപ്പോൾ അനിരുദ്ധ ആദ്യമൊന്നും അത് സമ്മതിക്കുന്നില്ല. പിന്നെ ആ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന് ആ മനോരമ എന്ന് പറഞ്ഞിട്ടുള്ള ആ പെണ്ണിനോടുള്ള ഇഷ്ടം ഓരോ കാര്യങ്ങളായിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്ന് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിച്ചതും, പിന്നെ അവൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും അവൾ അന്ന് കെട്ടിക്കൊടുത്ത ആ തലേമ മുറിവായപ്പോൾ കെട്ടിക്കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ തുണി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആ ആത്മാവ് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവനോട് തന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ശരിക്കും ആ മനോരമ പറഞ്ഞ പെണ്ണിനോട് അവന് പ്രേമാണുള്ളത് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ആ ആത്മാവ് ചോദിക്കുന്നുണ്ട് അവനോട്, അല്ല നീ ഇപ്പോൾ ഇനി പ്രേമാണോ അതോ നിൻ്റെ ഉത്തരവാദിത്തമാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുക നിനക്കെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് പറയുകയാണ് എന്തായാലും എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ് മുന്നിട്ട് നിൽക്കുള്ളൂ എന്ന് പറയാണ്. അതായത് ബോന്തിതയാണ് വലുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതേനെ കാണിക്കുകയാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ത്രിലോചനോട് അവൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ടൊരു കാര്യമില്ലല്ലോ, കാരണം അവളിനെ വെറും ഉത്തരവാദിത്തം മാത്രമായിട്ടാണ് അനിരുദ്ധ് കാണുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ അങ്ങനെ ത്രിലോചനെ പറയാണ് അപ്പോൾ നീ എനിക്ക് അവനെ മാത്രമേ വില ഉള്ളൂ അല്ലേ, അപ്പോൾ നീ എന്നെ കാക്കാ ശാസ്ത്രജിയായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവൾക്ക് പിന്നെയും ധൈര്യം കൊടുക്കുന്നുണ്ട് ത്രിലോചൻ പറയുന്നുണ്ട് നീ അവളുടെ ഭാര്യ എന്ന് നീ തെളിയിക്കണം, അവനെ നീ നേടണം, ഇത്ര കാലം അവൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ പോരാടിയിരുന്നത്, അപ്പോൾ നീ ഇനി മുതൽ അവനെ കിട്ടാൻ വേണ്ടിയിട്ട്, അവനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നീ പോരാടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഞാനെടുത്ത് വീടിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് അവനൊരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനോരമ എഴുതിയിട്ടുള്ളതാവും. അതിൽ അവനെ കാണണമെന്നും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാവും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനോരമ വരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ് നീ എന്തായാലും എന്നെ കല്യാണം കഴിക്കണം, കാരണം ഇനി ദേശത്തിന് പോരാടാനുള്ള ആകെ ഒരു വഴി അത് മാത്രമാണ്. അപ്പോൾ ഇന്ന് വെച്ച് നമ്മുടെ കല്യാണം വെറുതെ ഒരു കല്യാണമാണ്, അല്ലാതെ ഇതെന്തായാലും ശരിക്കുള്ള ഒരു കല്യാണം പോലെ ആവില്ല, കാരണം എനിക്ക് ദേശത്തോട് മാത്രമാണ് പ്രേമുള്ളത്, നമ്മൾ തമ്മിലൊന്നും ഉണ്ടാവില്ല, വേറൊരു പേരിന് മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കല്യാണം കഴിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൻ പറയാണ് എന്തായാലും എനിക്കത് പറ്റില്ല, കാരണം എനിക്ക് ബോന്തിത്ത ഒരു ഉത്തരവാദിത്തം മാത്രമാണ്, പക്ഷേ അവളോട് എനിക്ക് ഒരിക്കലും ഒരു അനീതി കാട്ടാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പിന്നെ ഇതൊരു രണ്ടാം കല്യാണമല്ലേ, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ മനോരമ പറയാണ് അപ്പോൾ എന്നാൽ കുഴപ്പമില്ല, ഞാനൊന്ന് ജസ്റ്റ് ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാൽ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.